ഹായ്, ഇന്ന് ബീൻസ് കൊണ്ട് എങ്ങനെ പെട്ടെന്ന് ഉപ്പേരി ഉണ്ടാക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഞാനിത് ഉപ്പേരി എന്ന് ഞങ്ങൾ മലപ്പുറത്ത് പറയും, പക്ഷേ ചിലരിതിന് തോരനും അങ്ങനെയൊക്കെ പറയും കേട്ടോ. നാളികേരം ഇട്ടിട്ടില്ലെങ്കിൽ അതിന് മെഴുക്ക് വരട്ടി എന്നും പറയും. അപ്പം ഞാനിവിടെ നാളികേരം ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇത് ഉപ്പേരി കേട്ടോ. ഉപ്പേരി, തോരൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീൻസ് കഴുകി ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അതിൽ എടുത്ത് വെച്ചിട്ട് അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിന് ശേഷം ഞാൻ പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ഞാൻ ചെറിയ ഉള്ളിയാണ് എടുക്കാറ്. ഞാനിത് സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. രണ്ടിനും രണ്ട് ടേസ്റ്റാണ് കേട്ടോ. ഉള്ളി വേണമെങ്കിൽ അതെടുത്തുണ്ടാക്കാം. മെഴുക്ക് വരട്ടിക്കൊക്കെ അതാണ് ടേസ്റ്റ്. അപ്പം ഞാൻ സവാള ഇട്ടൊന്ന് ഇളക്കി കൊടുത്തു. അതിന് ശേഷം കറിവേപ്പില, കുറച്ച് ഉപ്പ്, പിന്നെ ഒരു വറ്റൽമുളക് കേട്ടോ. ഞാൻ പച്ചമുളക് ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ശിവദേവിനും കൂടെ കഴിക്കാനുള്ളത് കൊണ്ട് ഞാൻ ഇത് മാറ്റി വെക്കണ്ടെന്ന് വെച്ചു. അവൻ എരിവ് അധികം കഴിച്ചു തുടങ്ങിയിട്ടില്ല, ചെറിയൊരു എരിവൊക്കെ കഴിക്കുള്ളൂ. അപ്പം ഞാനിതിൽ കാശ്മീരി മുളക് പൊടിയല്ല ഇടുന്നത്. അതുകൊണ്ട് ഞാൻ എരിവിന് വേണ്ടിയിട്ട് ഒന്നും ചേർക്കുന്നുമില്ല, പച്ചമുളകൊന്നും ചേർക്കുന്നില്ല, വെറുതെ ഒരു വറ്റൽമുളക് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കഴുകി വെച്ച് ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അരിഞ്ഞ് വെച്ച് ബീൻസ് ഒന്ന് ഇടുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഇതിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചാൽ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. കാരണം ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. ഇതിനേക്കാളും ചെറുതായിട്ട് അരിയാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ബീൻസെല്ലാം ഇട്ടിട്ടുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. അടച്ച് വെച്ച് വന്നതിന് ശേഷം ഞാൻ പകുതി വെന്തതിന് ശേഷമാണ് ഞാൻ നാളികേരം ഇടുന്നത്. നാളികേരം ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ എടുത്തിട്ടതാണ്. വേണമെങ്കിൽ ഒന്ന് ചതക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളിയോ ഉള്ളി അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് ചതക്കാം കേട്ടോ. ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഞാനൊന്നും ചെയ്യുന്നില്ല, പെട്ടെന്നൊന്ന് ഉണ്ടാക്കി തീരാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ കുറച്ച് നാളികേരം ചിരവിയതൊന്നും ഇടുന്നുള്ളൂ. ചിലർക്ക് ഇത് കാണാൻ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് യൂട്യൂബിൽ ഇടുന്നതെന്ന്. പക്ഷേ ഞാൻ ഇതുപോലും അറിയാത്ത കുറേ പേരുണ്ടാകും. അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ അതൊന്ന് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ചു. ഒന്ന് പകുതി വേവായപ്പോൾ ഒന്ന് തുറന്നു. ഇനി നാളികേരം ചിരവിയപ്പോഴേക്കും ഞാൻ നാളികേരമൊക്കെ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. നാളികേരം ചിരവിയത് അത് അതേപോലെ അങ്ങോട്ട് വന്നിട്ട് ചതച്ചിട്ടൊന്നുമില്ല. അതൊന്നിട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നാളികേരത്തിൻ്റെ പച്ചച്ചവ ഇഷ്ടമുള്ളവരാണെങ്കിൽ ലാസ്റ്റ് ഇട്ടാലും മതി. അതൊന്ന് അതിൻ്റെ ബീൻസിൻ്റെ കൂടെ തന്നെ ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പകുതി വേയപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ ഉപ്പേരിയിട്ട് പടി കഴിഞ്ഞു കേട്ടോ. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി. ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യും.